ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? സിനിമ കണ്ട കുറച്ചു പേർക്കെങ്കിലും എന്തുകൊണ്ടാണ് ജസ്കീറാത്ത് അവന്റെ വീട്ടിലേക്ക് പോയി കുടുംബാംഗങ്ങളെ കാണുന്നതിന് പകരം അവരെ കാണാതെ തിരികെ പോയത് എന്നൊരു സംശയം ഉണ്ടാകും. ഈ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും യഥാർത്ഥത്തിൽ ആ ക്ലൈമാക്സ് കൊണ്ട് എന്താണ് സംവിധായകൻ ഉദ്ദേശിച്ചതെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള തിരക്കഥയിലെ കിടിലൻ ഡീറ്റെയിലിങ്ങുകളെയും റെഫറൻസുകളെയും കുറിച്ച് ഒരു വീഡിയോ തൊട്ടു മുൻപ് നമ്മൾ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദുരന്തറിന്റെ രണ്ടാം ഭാഗത്തിൽ രൺവീറിന്റെ ജസ്കീറാത്ത് എന്ന കഥാപാത്രം തന്റെ വീട്ടിലേക്ക് വന്ന് തന്റെ കുടുംബത്തിലുള്ള ആരെയും കാണാതെ മിണ്ടാതെ തിരികെ പോയതിന്റെ കാരണം ഒറ്റ വാക്കി പറഞ്ഞാൽ ജസ്കീറാത്ത് തന്റെ കുടുംബത്തിന് ഒരു വലിയ ബാധ്യതയായി തീർന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം ഓരോന്നായി പരിശോധിക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 2000 കാലഘട്ടമാണ്. അന്ന് രൺവീറിന്റെ കഥാപാത്രത്തിന്റെ പ്രായം 21 വയസ്സ് മാത്രമാണ്. രൺവീറിന്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളെല്ലാം MLA സുഖ്വിന്ദർ സിംഗ് അനധികൃതമായി തട്ടിയെടുത്തു. അത് ചോദിക്കാൻ ചെന്ന രൺവീറിന്റെ അച്ഛനെ അവർ കൊല്ലുന്നു. അതോടൊപ്പം രൺവീറിന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ അവർ കൂട്ടത്തോടെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നു. അങ്ങനെ രൺവീറിന്റെ കുടുംബത്തിന്റെ കൃഷിയിടങ്ങളും സ്ഥലങ്ങളും തട്ടിയെടുത്ത് അവരുടെ കുടുംബത്തെ നശിപ്പിച്ചതിന്റെ പേരിലാണ് 21 വയസ്സ് മാത്രം പ്രായമുള്ള രൺവീർ MLA സുഖ്വിന്ദർ സിംഗിന്റെ വീട്ടിൽ കയറി അയാളുടെ വംശത്തെ ഇല്ലാതാക്കിയത്. ഇത് ചെയ്തതിന്റെ ഫലമായി കോടതി രൺവീറിന് തൂക്കുകയർ വിധിച്ചെങ്കിലും രൺവീർ ജയിലിൽ പോയാൽ രൺവീർ കൊന്ന സുഖ്വിന്ദർ സിംഗിന്റെ ആളുകൾ രൺവീറിന്റെ കുടുംബത്തിലെ അമ്മയുൾപ്പെടെയുള്ള സ്ത്രീകളെ ഉറപ്പായിട്ടും ഉപദ്രവിക്കും. ഈ സമയത്താണ് മാധവന്റെ കഥാപാത്രം അവിടെ വന്ന് രൺവീറിന് ഒരു ഓഫർ കൊടുക്കുന്നത്. അത് വേറെയൊന്നുമല്ല, നിന്റെ ജീവിതം മുഴുവനുമായി ഇന്ത്യക്ക് വേണ്ടി തരിക. അങ്ങനെ ചെയ്താൽ നിന്റെ കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്ത്യൻ ഗവൺമെന്റ് സുരക്ഷ കൊടുക്കുമെന്ന്. സുരക്ഷ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള 36 വർഷത്തേക്ക് എല്ലാ മാസവും പെൻഷൻ എന്ന പോലെ 30,000 രൂപ ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുടങ്ങാതെ കൊടുക്കുമെന്ന് ഓഫർ കൊടുക്കുന്നു. ഇത് ശരിക്കും നല്ലൊരു ഓഫറാണ്. കാരണം രൺവീർ ഇപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുൻപിൽ കോടതി തൂക്കിക്കൊന്ന ഒരു വ്യക്തിയാണ്. അതായത് രൺവീറിന്റെ ജസ്കീറാത്ത് എന്ന കഥാപാത്രം മരിച്ചു. പിന്നീട് 4 വർഷത്തെ ട്രെയിനിങ് കൊടുത്ത് 2004 രൺവീർ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. പിന്നീടുള്ള 20 വർഷത്തോളം പാകിസ്ഥാനിൽ ചെലവഴിച്ച് 40കളുടെ മധ്യത്തിലാണ് രൺവീർ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. രൺവീറിന്റെ കഥാപാത്രം തന്റെ വീട്ടിലേക്ക് 20 വർഷങ്ങൾക്ക് ശേഷം പോകുമ്പോൾ തന്റെ വീടിന്റെ ചുറ്റുമുള്ള ഓരോ കാര്യങ്ങളും നന്നായി നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ രൺവീർ ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് വന്നാൽ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരു ഇന്ത്യൻ ഏജന്റായ രൺവീർ പാകിസ്ഥാനിൽ പോയി ചെയ്ത കാര്യങ്ങളൊന്നും തന്റെ വീട്ടുകാരോട് പറയാനും പറ്റില്ല. കാരണം അത് നാഷണൽ സീക്രട്ടാണ്. അതുകൊണ്ട് വീട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് രൺവീർ ഒരുപാട് കള്ളത്തരങ്ങൾ പറയേണ്ടി വരും. അതുമാത്രമല്ല, സിനിമയുടെ തുടക്കത്തിൽ രൺവീറിന്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്നും അനധികൃതമായി പിടിച്ചു വാങ്ങിയ നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും ഒക്കെ അവർക്കിപ്പോൾ തിരികെ കിട്ടിയിട്ടുണ്ട്. അവിടെ അവർ നല്ലതുപോലെ കൃഷി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് മുൻപുള്ള തന്റെ പണി തീരാത്ത വീട് ഇന്ന് പണിയൊക്കെ തീർത്ത് നല്ല രീതിയിലാണുള്ളത്. ഈ ഒരു നല്ല അവസ്ഥ അവർക്ക് കിട്ടാൻ കാരണം 20 വർഷങ്ങൾക്ക് മുൻപ് രൺവീർ മരിച്ചതിന്റെ പേരിലാണ്. എന്നാൽ ഇപ്പോ താൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രൺവീർ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് കിട്ടിയതും ഗവൺമെന്റ് കൊടുത്തതുമായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഗവൺമെന്റ് മുടങ്ങാതെ വർഷങ്ങളായി ഓരോ മാസം വെച്ച് കൊടുക്കുന്ന 30,000 രൂപ എന്ന ഒരു വലിയ തുക രൺവീറിന്റെ വരവോടുകൂടി ഗവൺമെന്റ് കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് അവരുടെ ഫാമിലിയെ സാമ്പത്തികമായി നല്ലതുപോലെ ബാധിക്കും. അതുമാത്രമല്ല, രൺവീർ ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ രൺവീർ മുൻപ് കൊന്നൊടുക്കിയ MLA സുഖ്വിന്ദർ സിംഗിന്റെ ആളുകൾ വീണ്ടും അവരെ ഉപദ്രവിക്കാൻ വരാനും വർഷങ്ങളായുള്ള അവരുടെ സമാധാന ജീവിതം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതോടൊപ്പം രൺവീറിന്റെ പെങ്ങളെ വിവാഹം കഴിച്ച രൺവീറിന്റെ അളിയനെ അറിയാതെയാണെങ്കിലും കൊന്നത് രൺവീറാണ്. രൺവീറിന്റെ പെങ്ങൾക്ക് 2 കുട്ടികളുണ്ടെന്ന് ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. തന്റെ പെങ്ങളുടെ ഭർത്താവിനെ താൻ കൊന്നുവെന്ന് അവരുടെ കുടുംബം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തന്റെ പെങ്ങളുടെ ഭർത്താവ് പാകിസ്ഥാന് വേണ്ടി മയക്കുമരുന്നുകൾ വാങ്ങി ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞാൽ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഇതല്ല ഏറ്റവും വലിയ പ്രശ്നം. രൺവീറിന്റെ ഹംസ ഒരു ഇന്ത്യൻ ചാരനാണെന്ന് പാകിസ്ഥാൻ ഓൾറെഡി കണ്ടുപിടിച്ചു. അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് രൺവീർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ആ രൺവീർ ഇപ്പോൾ തന്റെ കുടുംബത്തിന്റെ കൂടെ പഞ്ചാബിലുണ്ടെന്ന് അറിഞ്ഞാൽ കലി പൂണ്ട് നടക്കുന്ന പാകിസ്ഥാൻ ചാരന്മാർ രൺവീറിനെയും അവന്റെ കുടുംബത്തെയും വകവരുത്താൻ വേണ്ടി എന്തായാലും വരും. അതോടൊപ്പം 20 വർഷമായി മരിച്ചുവെന്ന് രാജ്യം മുദ്രകുത്തിയ ഒരാൾ പെട്ടെന്ന് തിരികെ വരുമ്പോൾ നാട്ടുകാരുൾപ്പെടെ എല്ലാവരും 100 കണക്കിന് ചോദ്യങ്ങൾ രൺവീറിനോട് ഉറപ്പായും ചോദിക്കും. അതിനെല്ലാമുള്ള ഉത്തരം ഒരിക്കലും രൺവീറിന് കൊടുക്കാൻ കഴിയില്ല. കാരണം താൻ ചെയ്തിരുന്നത് രാജ്യത്തിന് വേണ്ടിയുള്ള ചാരപ്പണിയാണ്. ക്ലൈമാക്സിൽ രൺവീർ വീടിന് ചുറ്റും നോക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയ കൃഷിയിടം കിട്ടി. അതിലവർ കൃഷി ഇറക്കി. കയ്യിൽ ഒരുപാട് പൈസ വന്നു. വീട് പുതുക്കി പണിതു. ശത്രുക്കളുടെ ഭാഗത്തു നിന്നും ഒരു പ്രശ്നവും ഇതുവരെയില്ല. പെങ്ങളും കുട്ടികളും ഹാപ്പിയാണ്. ചുരുക്കി പറഞ്ഞാൽ രൺവീർ ഇല്ലാതെ തന്നെ അവരുടെ കുടുംബം ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇപ്പോൾ പ്രാപ്തരാണ്. അതിനിടയിലേക്ക് രൺവീർ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇത്രയും വർഷം കൊണ്ട് അവരുണ്ടാക്കിയ സമാധാനമെല്ലാം ഇല്ലാതായി പോവും. ചുരുക്കി പറഞ്ഞാൽ രൺവീർ ഇപ്പോൾ തന്റെ കുടുംബത്തിന് ഒരു വലിയ ബാധ്യതയാണ്. നിലവിലെ അവസ്ഥയിൽ രൺവീറിന്റെ ജസ്കീറാത്ത് ജീവിക്കുന്ന ഒരു പ്രേതമാണ്. അയാൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റിയും ഇപ്പോൾ ഈ രാജ്യത്തില്ല. രാജ്യത്തിന് രൺവീർ ഇപ്പോൾ ഒരു അസറ്റ് മാത്രമാണ്.
അതുകൊണ്ടാണ് രൺവീർ തന്റെ വീട്ടിലേക്ക് തിരികെ പോയപ്പോൾ മാധവനോട് മറ്റൊരു ഓഫീസർ പറയുന്നത് നമ്മുടെ അസറ്റ് നഷ്ടപ്പെട്ടുവെന്ന്. ഒരു വശത്ത് നോക്കുമ്പോൾ ജസ്കീറാത്തിന് തന്റെ സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടു, മറുവശത്ത് തന്റെ ഭാര്യയും കുട്ടിയെയും ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അവരും നഷ്ടപ്പെട്ടു. രൺവീറിന് ഇനി ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനും പറ്റില്ല. രൺവീറിന്റെ കഥാപാത്രം ഇപ്പോൾ രാജ്യത്തിന്റെ രഹസ്യമായ ഒരു പ്രോപ്പർട്ടി മാത്രമാണ്. മറ്റുള്ളവരുടെ മുൻപിൽ അയാൾ 20 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയ ജസ്കീറാത്താണ്. അങ്ങനെ തന്റെ കുടുംബത്തിന് താൻ ഇനി ഒരു ബാധ്യതയാണെന്ന് വഴിയിൽ വെച്ച് തന്നെ ജസ്കീറാത്ത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് കയറാതെ വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് തിരികെ നടന്നു പോകുന്നത്. എല്ലാം നഷ്ടപ്പെട്ട ജസ്കീറാത്തിന്റെ വിധി സംവിധായകൻ പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സംവിധായകൻ സിനിമ അവസാനിപ്പിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.